3 കുഞ്ഞുങ്ങളുമായിട്ട് 2 പേരിവിടെ ഇരിക്കുന്നു. അവർ നിൽക്കാത്തത് ഞാൻ പറഞ്ഞല്ലോ, ഈ ചെറിയ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇരിക്കുന്നത് കൊണ്ടാണ്. എന്താണ് മോളുടെ പേര്? ഷീന. ഷീന. ഭർത്താവിൻ്റെ പേരോ? രത്നാകരൻ. ഷീനയും രത്നാകരനും ഇപ്പോൾ താമസിക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ ഏതെങ്കിലും സ്ഥലത്താണോ? കള്ളാർ. നിങ്ങൾ വിവാഹിതരായിട്ട് എത്ര വർഷമായി? 11 വർഷം അല്ലേ? ആദ്യ കുഞ്ഞിൻ്റെ പേരെന്താ? ഋതുനന്ദ. ആ കുഞ്ഞിനെ കിട്ടാൻ വൈകിയപ്പോൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോ? അതിന് മുഖാന്തിരമാക്കിയത് ഏതെങ്കിലും മനുഷ്യരെ മുഖാന്തിരമാക്കിയോ പ്രാർത്ഥിക്കാൻ? നമ്മളവിടെ അടുത്തുള്ള ഒരു ചേച്ചി, അവിടെ സാർ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വന്നപ്പോൾ, അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ അടിയൻ വന്നു. അങ്ങനെ വന്നപ്പോൾ അവിടുന്ന് സാറ് പ്രാർത്ഥിച്ച് ഫെബ്രുവരി മാസം കണ്ടെന്നു സാറ് വന്ന്. അത് എത്ര, നിങ്ങളുടെ വിവാഹ ജീവിതത്തിന് എത്ര വർഷം? 6 വർഷത്തിന് 6 വർഷം ശേഷം. അപ്പോൾ അങ്ങനെ ആ ചേച്ചി പറഞ്ഞിട്ട് എന്നോടും കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു അല്ലേ? അതെ സാർ. അപ്പോൾ ഫെബ്രുവരി മാസം വന്നേ തോന്നുന്നു. അപ്പോൾ സാറ് പറഞ്ഞു മാർച്ച് മാസം നീ പ്രഗ്നൻ്റ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുന്നു പറഞ്ഞായിരുന്നു. ഓ അങ്ങനെ പറഞ്ഞു. മാർച്ച് മാസം, ഫെബ്രുവരിയിൽ കണ്ടു മാർച്ചിൽ തന്നെ പ്രഗ്നൻസി കിട്ടുമെന്നും ഒരു പെൺകുഞ്ഞിനെ തന്നെ ആയിരിക്കും ആദ്യം കിട്ടുന്നതെന്നും പറഞ്ഞു അല്ലേ? അപ്പോൾ നിങ്ങളത് വിശ്വസിച്ചോ? വിശ്വസിച്ചു. വിശ്വസിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ദൈവം കുഞ്ഞിനെ തന്നു അല്ലേ? ആ കുഞ്ഞിൻ്റെ പേരാണ്, ആയിരിക്കുന്ന കുഞ്ഞിൻ്റെ പേരെന്താണ്? ഋതുനന്ദ. കണ്ടോ, ഋതുനന്ദ. എത്ര നല്ല പേര്. കൈകൾ കൊട്ടി ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താതെ. അപ്പോൾ തന്നെ ഇനിയും നിങ്ങൾക്ക് ആൺകുട്ടികളെയും കിട്ടുമെന്ന് പറഞ്ഞിരുന്നത് ഓർക്കുന്നുണ്ടോ? സാറ് പറഞ്ഞിരുന്നു കുറച്ച് വൈകും, സാറിന് 2 കുട്ടികളും ഉണ്ടാകും എന്ന് പറഞ്ഞു. അത് ആൺകുട്ടികളായിരിക്കുമെന്ന്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് എത്ര വയസ്സ് പ്രായമുള്ളപ്പോഴാണ്? 5.5 വയസ്സായി. ദൈവം ഗർഭത്തിൽ തന്നു അല്ലേ? അത് ആൺകുഞ്ഞുങ്ങളെ ആണെന്ന് നേരത്തെ ഇങ്ങനെ ഒരു പ്രവചനം ഉണ്ടായിരുന്നത് കൊണ്ട് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. സാറിനെ ഞങ്ങൾ വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇവക്ക് എന്ത് രോഗം വന്നാലും സാറിനെ വിളിക്കുമ്പോൾ അത് കുറയുന്നുണ്ടായിരുന്നു. ഋതുനന്ദയ്ക്ക് അസുഖം വരുമ്പോൾ അല്ലേ? അങ്ങനെ ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പ്രശ്നങ്ങളായോ വയറ്റിൽ? ഡോക്ടറെ കണ്ടോ? കണ്ടപ്പോൾ ഡോക്ടർ എന്ത് പറയുക? 2011 ഏപ്രിൽ മാസമാണ് എനിക്ക് ഇവരെ പ്രഗ്നൻ്റ് ആയത്. അന്നേരം മെയ് മാസത്തിൽ ഞാൻ ഡോക്ടറെ കാണാൻ പോയി. കാരണം നമുക്ക് ഒരുപാട് വർഷം ആവാത്തതുകൊണ്ട് അങ്ങനെ അറിയില്ലായിരുന്നു ആയിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നാലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് ഞാൻ യാത്ര ചെയ്യുന്നത് ബ്ലീഡിങ് ഉണ്ടാവുകയും തിരിച്ച് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു അബോർഷൻ ആവാൻ വേണ്ടിയിട്ട്. അത് മരുന്ന് കഴിച്ചിട്ടാകുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, അന്നേരം എല്ലാം പോയിട്ടുണ്ടാവും, ദിവസം അത്രയല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 ദിവസം കഴിയുമ്പോൾ എനിക്കെന്തോ വല്ലാത്ത വേദന ആയിരുന്നുണ്ട്. അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ എന്തോ സഹിക്കാൻ പറ്റാത്തൊരു വേദനയായിരുന്നു. അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു അത് അബോർഷനൊന്നും ആയൊന്നുമില്ല, നിങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അതിൽ ഒരു കുഞ്ഞാണ് അബോർഷനായി പോയത്. കേട്ടോണേ വയറ്റിൽ 3 കുഞ്ഞാണ് ഉണ്ടായത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് സയൻറ്റിഫിക് ആയിട്ടാണ്, മെഡിക്കൽ സയൻസ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വചനത്തോട് ചേർത്ത് പറയുകയാണ് 3 കുഞ്ഞുങ്ങൾ വയറ്റിൽ ഉണ്ടായിരുന്നു എന്നും 1 കുഞ്ഞ് അബോർഷനായി കാണുമെന്നും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ്. പക്ഷെ സാറിനെ വിളിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞു അത് DNC ചെയ്യണം, അല്ലാതെ ഒന്നും പറ്റില്ല, അതുകൊണ്ട് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അപ്പം അഡ്മിറ്റ് ആകാൻ പോയപ്പോൾ ഞാൻ ഡോക്ടറോട് ഇങ്ങനെ സാറിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, എന്നെ DNC ചെയ്യേണ്ട, സാറ് ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഡോക്ടർ നമുക്ക് നാളെ സ്കാനിങ് എടുത്ത് നോക്കാം, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് നാളെ DNC ചെയ്യണമെന്നാണ് പറഞ്ഞ്. എന്നിട്ട് അഡ്മിറ്റ് ആയി ഡോക്ടർ സ്കാനിങ് എടുത്തപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല. കൈകൾ കൊട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തുക. കൈകൾ ഉച്ചത്തിൽ കൊട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിൻ്റെ മഹാജ്ഞാനം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് 2 കുട്ടികളെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ സാർ പറഞ്ഞു ഇനിയിപ്പോ മരുന്ന് കഴിച്ചത് കൊണ്ട് വല്ല അംഗവൈകല്യം ഉണ്ടാവുമോ എന്ന് മാത്രമേ പേടിക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് സാറിനെ ഞങ്ങൾ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞ അംഗവൈകല്യം ഒന്നും ഉണ്ടാവില്ല. കേട്ടോണേ, കൈകൾ കൊട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തുക. മെഡിക്കൽ സയൻസ് അതിൻ്റെതായ ജോലികൾ ചെയ്യുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവർ കർത്താവിൻ്റെ ജോലികൾ ചെയ്യുന്നു. ഒന്നുകൂടെ പറയാം, മെഡിക്കൽ സയൻസ് അവരുടെ കണ്ടുപിടുത്തങ്ങൾ അനുസരിച്ച് അതിൻ്റെതായ ജോലി ചെയ്യുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവർ കർത്താവിൻ്റെ ജോലി ചെയ്യുന്നു. ഒന്നുകൂടെ കൈകൾ കൊട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കുകയും
ഇവിടെ മെഡിക്കൽ സയൻസിനെതിരെ കർത്താവിൻ്റെ ദാസന്മാർക്കൊന്നുമില്ല. കർത്താവിൻ്റെ ദാസന്മാർക്കെതിരെ മെഡിക്കൽ സയൻസിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫലപ്രദമാവുകയുമില്ല. കാരണം കർത്താവാണല്ലോ, അവൻ ദൈവമാണല്ലോ. ഒന്നുകൂടി കൈകൾ കൊട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കുക. ഇപ്പം ഇവർക്ക് എത്ര വയസ്സ് പ്രായമുണ്ട്? 1 വയസ്സും 2 മാസമായി. ഇവരുടെ പേരെന്താണ്? അഭിജിത്ത്, അഭിരാം. ഓ, കുട്ടിയുടെ അച്ഛൻ്റെ കയ്യിൽ വന്ന് കൊടുക്കാവോ? പേരെന്ന് പറയുക. എൻ്റെ പേര് രത്നാകരൻ. രത്നാകരൻ. അതിപുരാതനമായ ഒരു ഹൈന്ദവ തറവാട്ടിൽ ജനിച്ചു വളർന്ന് ക്ഷേത്രത്തിലുമൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന താങ്കളോട്, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആയിരുന്നല്ലോ, താങ്കളോട് ഹിന്ദുമതം ചീത്തയാണെന്നോ ഹിന്ദുമതത്തിലെ ആചാരങ്ങൾ തെറ്റാണെന്നോ ഒരു വാക്കെങ്കിലും ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒന്നും ഒരു കാര്യം പറഞ്ഞില്ല. നിങ്ങളൊരു മനുഷ്യനാണ്, ദമ്പതികളാണ്, കുഞ്ഞുങ്ങളില്ല, ഞങ്ങളുടെ അടുത്ത് വന്നു. ഞങ്ങളാകട്ടെ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞങ്ങളും പണ്ട് ജീവനില്ലാത്ത ദൈവത്തിൻ്റെ പ്രതിമകളോട് പ്രാർത്ഥിച്ച് നടന്നവരായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾക്ക് തിരുവചനം പഠിച്ചു വന്നപ്പോൾ ജീവനുള്ള ഒരു ദൈവത്തെ പരിചയപ്പെടാനിടയായി. ആ ജീവനുള്ള ദൈവം തീർച്ചയായിട്ടും അത് യേശു അവനൊരു പ്രതിമയല്ല. അവൻ്റെ അമ്മച്ചി നല്ലതാണ്, പക്ഷെ ഒരു പ്രതിമയല്ല. അവൻ്റെ വളർത്തച്ഛൻ നല്ലതാണ് ജോസഫ്, പക്ഷെ ഒരു പ്രതിമയാക്കുമൊന്നും വേണ്ട, ജീവിക്കുന്ന ദൈവമാണെന്ന് അറിഞ്ഞാണ് ഞങ്ങളും ഈ ദൈവത്തെ കുറച്ച് കൂടുതലായിട്ട് അറിയാനൊക്കെ വന്നത്. അത് നിങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ കിട്ടുന്നിടത്തോളം കാര്യങ്ങൾ എത്തിയല്ലേ? നിങ്ങൾക്ക് യേശു മതി എന്ന് തീരുമാനിക്കാൻ സമയമായെങ്കിൽ തീരുമാനിക്കുക, ഒരു നിർബന്ധവുമില്ല. പ്രിയപ്പെട്ടവരെയും, ഇപ്പോൾ 3 കുഞ്ഞുങ്ങളെയും ദൈവം കൊടുത്തതുകൊണ്ട് സന്തോഷമായി ജീവനുള്ള ദൈവമായി യേശുവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ രത്നാകരൻ്റെ ഫോൺ നമ്പർ ഞാൻ പറയാം. നിങ്ങൾ ഇപ്പോഴുള്ളവർക്കോ പിന്നീട് ഈ സാക്ഷ്യം കാണുകയോ കേൾക്കുകയോ അറിയുകയോ ചെയ്യുന്നവർക്ക് ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ഒന്നല്ല, ഇത് കാശ് കൊടുത്തോ കേസ് കൊടുത്തോ ഉണ്ടാക്കിയ ഒന്നുമല്ല, ഇത് ദൈവരാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നത് സംശയമുള്ളവർക്ക് വിളിച്ച് ചോദിക്കാൻ വേണ്ടി നമ്പർ പറയാം. 09497697541 09497697541.